ഹായ് ഓൾ, ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു അളവ് ബ്ലൗസിൽ നിന്നും ഞാൻ എങ്ങനെയാണ് ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, ആദ്യമേ നമ്മൾ കിട്ടുന്ന അളവ് ബ്ലൗസ് നല്ല രീതിയിൽ നൂത്ത് വൃത്തിയായിട്ട് കഴുത്തൊക്കെ പെർഫെക്റ്റായിട്ട് പിടിച്ച് വെച്ച് നൂത്തിടുക. അതിനുശേഷം ഒരു സ്കെയിലിൻ്റെ സഹായത്തോടെ ഷോൾഡർ പോയിന്റുകൾ രണ്ട് ഷോൾഡറും സ്ട്രെയിറ്റിന് വെച്ച് അവിടെ ഒരു സ്കെയിലിൻ്റെ സഹായത്തോടെ നമ്മുടെ കഴുത്തിറക്കം നമുക്ക് എടുക്കാവുന്നതാണ്. എനിക്കിവിടെ കിട്ടുന്ന കഴുത്തിൻ്റെ ഇറക്കം ഒരു 7.5 ഇഞ്ചാണ്. ഫ്രണ്ട് കഴുത്തല്ല, ബാക്ക് കഴുത്ത്. ഫ്രണ്ട് കഴുത്ത് എനിക്ക് ഒരു 6.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ എൻ്റെ കഴുത്തിറക്കം എത്രയാണെന്ന് എനിക്ക് ഓക്കെ ആയി. ഇനി അടുത്തത് നമ്മുടെ കഴുത്തകലമാണ്. കഴുത്തകലം എനിക്കിവിടെ കിട്ടിയത് ഒരു 6.5 ഇഞ്ചാണ്. ഈ 6.5യുടെ പകുതി കണ്ടെത്തി അതിൽ നിന്നും കണ്ടെത്തിയിട്ട് അതിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ചാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബ്ലൗസിൽ അടയാളപ്പെടുത്താറുള്ളത്. അതിനുശേഷം ഞാൻ നോക്കുന്നത് ടക്കാണ്. ടക്ക് ഞാൻ ഷോൾഡറിലെ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് അടയാളപ്പെടുത്തുന്നത്, ചെക്ക് ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 10.25 ഇഞ്ചാണ്. ഇനി അടുത്തതായിട്ട് ടക്കിൻ്റെ താഴോട്ടുള്ള ടക്കിൻ്റെ നീളമാണ്. എനിക്കൊരു 2.5 ഇഞ്ച് അത് നീളം കിട്ടി. പിന്നീട് ഞാൻ അതിൻ്റെ വീതിയും കൂടി ചെക്ക് ചെയ്യും. ഒരു 1.5 ഇഞ്ചിട്ടാണ് ടക്ക് പിടിച്ചിരിക്കുന്നത്. പിന്നെ ആ ടക്ക് ഇടേണ്ട പോഷത്തെ അകലവും കൂടി ചെക്ക് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ ഹുക്ക് പടിയിലാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 3.5 കിട്ടിയെങ്കിൽ ഞാൻ ഒരു 1/2 ഇഞ്ച് കൂട്ടി 4 ഇഞ്ചിനെ ടക്കിൻ്റെ അകലം വെക്കൂ. പിന്നെ നമ്മുടെ ഷോൾഡർ എടുക്കുക. ഈ കിട്ടുന്ന ഷോൾഡറിൻ്റെ കൂടെ നമ്മുടെ കഴുത്ത് മടക്കി തയ്ക്കാനും ഷോൾഡർ ജോയിൻറ്റ് കഴുത്ത് മടക്കി തയ്ക്കാനല്ല, കഴുത്ത് തയ്ച്ച് തിരിച്ചിടാനും ഷോൾഡർ കൈ ജോയിൻറ്റ് ചെയ്യാനുമുള്ള അളവും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. പിന്നീട് അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കമാണ്. ഈ ബ്ലൗസിൻ്റെ ഇറക്കം എടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഫ്രണ്ട് പോർഷനിൽ നിന്ന് അളവെടുക്കരുത്. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാൻ ബാക്ക് പോർഷനിൽ നിന്നാണ് അളവെടുക്കുന്നത്. എനിക്ക് കിട്ടിയത് 15 ഇഞ്ചാണ്. അപ്പോൾ ആ 15 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി ബാക്ക് കട്ട് ചെയ്യലും അതുപോലെ തന്നെ 15 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി ഫ്രണ്ട് കട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ വേസ്റ്റ് അളവാണ് ഞാനിവിടെ എടുക്കുന്നത്. വേസ്റ്റ് അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹുക്ക് പടി തൊട്ട് ഹുക്ക് ഹോൾ വരെയുള്ള അളവ് നിവർത്തിയിട്ടെടുത്തിട്ട് ഹുക്ക് ഹോളിൻ്റെ പോർഷനിലെ അളവ് ഞാൻ എടുക്കാറില്ല. അപ്പോൾ എനിക്ക് കിട്ടുന്ന അളവ് അവിടെ 31.25 ആ 31.25ൻ്റെ 4/1 കണ്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെസ്റ്റ് അളവും കണ്ടുപിടിക്കുക. ഹുക്ക് പടി തൊട്ട് അതിൻ്റെ ഫ്രണ്ടിലത്തെ തയ്യൽ തുമ്പ് വരെയും പിന്നെ ബാക്കിലത്തെ ഒരു സൈഡിലെ തയ്യൽ തുമ്പ് തൊട്ട് അടുത്ത സൈഡിലെ തയ്യൽ തുമ്പ് വരെയും ഞാൻ എടുക്കും. പിന്നെ ഒരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലൗസിന് നല്ല ഇറക്കം, കഴുത്തിറക്കം ഇപ്പോൾ ഒരു 7.5 ഇഞ്ചുണ്ട്. അപ്പോൾ ഈ കഴുത്തിറക്കം ഇച്ചിരി ആവശ്യത്തിന് ഇറക്കം ഉണ്ടല്ലോ. അപ്പം നമ്മൾ വലിച്ചു പിടിച്ച് ബാക്കിൽ അളവെടുക്കാൻ ശ്രമിക്കരുത്, ചെസ്റ്റ് അളവ്. കാരണം കഴുത്തിന് ഇറക്കമുള്ളത് കൊണ്ട് തന്നെ ഷോൾഡർ നല്ല രീതിയിൽ നമ്മുടെ അളവിനേക്കാൾ കൂടുതലും ഈ തുണി വലിയും. അപ്പം വൃത്തിയായിട്ട് നൂത്തിട്ട് അങ്ങനെ ബാക്കിലെ അളവ് അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ ഹുക്ക് ഹോളിൻ്റെ പോർഷനിൽ ഫ്രണ്ടിലത്തെ അളവും എടുത്ത് ഹുക്ക് ഹോളിൻ്റെ പോർഷനിലെയും തയ്യൽ തുമ്പ് തൊട്ട് ഹുക്ക് ഹോൾ വെക്കുന്ന ഇത് എടുക്കരുത്. ബാലൻസ് എല്ലാം നമ്മൾ അളന്നെടുക്കുക. അപ്പോൾ ആ കിട്ടുന്ന ടോട്ടൽ എത്രയാണോ അതിൻ്റെ പകുതി 4/1 കണ്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയാണ് ഞാൻ മാർക്ക് ചെയ്യാറ്. ഓക്കെ, പിന്നെ നമ്മൾ ആം ഹോൾ കണ്ടുപിടിക്കലാണ്. ആം ഹോൾ കണ്ടുപിടിക്കാൻ നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത് നമ്മുടെ കൈക്കുഴി പോർഷനിൽ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ബാലൻസ് ആ കൈക്കുഴി വരെ എത്ര കുറവുണ്ട് എന്ന് മനസ്സിലാക്കി അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ചും കൂടി കൂട്ടി വേണം ചെയ്യാൻ. ഒരു എളുപ്പമാർഗ്ഗമാണ്. അല്ലാതെ നമ്മൾ കൈക്കുഴി അളന്ന് സെറ്റ് ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് എനിക്കൊരു എളുപ്പമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ കാണിച്ചത്. പിന്നെ നമ്മുടെ കൈവണ്ണം
ഇനിയിപ്പോൾ ഞാനിവിടെ നമുക്ക് കിട്ടിയ അളവുകളെല്ലാം എഴുതി വെച്ചേക്കാണ്. ബാക്ക് കഴുത്ത് 7.5, ഫ്രണ്ട് കഴുത്ത് 6.5, നെക്ക് ബ്രെഡ്ത്ത് 2.25 എഴുതിയേക്കുന്നത്. അത് 6.5 നമുക്ക് കഴുത്തകലം കിട്ടിയത്. അതിൻ്റെ പകുതി കണ്ട് അതിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ചതാണ്. പിന്നെ ഷോൾഡർ 3.25, ഹാൻഡ് ലെങ്ത് 8.25 കിട്ടി. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി, കാരണം ലൈനിങ് ലെസ് ബ്ലൗസ് ആയതുകൊണ്ട്. ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയാൽ മതി. ഹാൻഡ് ബ്രെഡ്ത്ത് 6.25, ലെങ്ത് 15 കിട്ടിയത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി ബാക്കും, അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി ഫ്രണ്ടും നമ്മൾ കണക്കാക്കുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് 42.25 എനിക്ക് റൗണ്ട് കിട്ടിയത്. അതിൻ്റെ കൂടെ 10.5 കൂടെ 2 ഇഞ്ച് കൂട്ടി. വേസ്റ്റ് റൗണ്ടും അതുപോലെ തന്നെ 4/1 കണ്ട് 2 ഇഞ്ച് കൂട്ടുക. പിന്നെ ഇവിടെ ഞാൻ 1/2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുന്നുണ്ട്, അത് ടക്ക് ഇടാൻ വേണ്ടിയാണ്. ബ്രസ്റ്റ് പോയിന്റ് 10.25, 2.5, അകലം 4, ആം ഹോൾ 5.25 ആണെങ്കിലും ഞാൻ 5.1 വെട്ടുന്നുള്ളൂ. ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്